ഹായ്. ഈവനിങ്ങിൽ ഇങ്ങനെ വെറുതെ മാമാട്ടിയുടെ കാർട്ടൂണൊക്കെ കണ്ട് ഇങ്ങനെ വണ്ടിയൊക്കെ പോകുന്നത് നോക്കിയിരുന്നപ്പോൾ അഫ്സലൊന്ന് പറഞ്ഞു, നമുക്ക് പുറത്ത് പോകാം, ഷോപ്പിങ്ങിന് പോകാം, എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് മെഗാ മാളിലാണ് പോയത്. ഷാർജയിലെ മെഗാ മാളിൽ ആദ്യമായിട്ട് ഞാൻ പോകുന്നത്. ഞാനങ്ങനെ ഷാർജ എപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും എങ്ങനെ മാളിലൊന്നും പോയിട്ടില്ല. അപ്പം അഫ്സൽ പറഞ്ഞു നമുക്ക് പോകാം, അഞ്ജുവിനെയും കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം അവിടെ ചെന്ന് അഞ്ജുവിനെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ നേരെ മെഗാ മാളിൽ പോയി. കുറച്ച് നാട്ടിലോട്ട് പോയില്ലേ, കുറച്ച് എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ റെഡിയായി പോയത് കേട്ടോ. അവിടെ ചെന്നപ്പം വാലൻറ്റൈൻസ് ഡേ ഇങ്ങനെ അടുക്കാറായില്ലേ, അപ്പോൾ അതിൻ്റെ കുറേ ഇതൊക്കെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ മെഗാ മാളിലുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. നല്ല വലിയൊരു മാളാണ് കേട്ടോ, അത്യാവശ്യം വലിയൊരു മാളാണ്. അപ്പോൾ അതിനകത്തിൽ നമുക്ക് എന്തെങ്കിലും ഷോപ്പ് ചെയ്യാൻ ഡ്രസ്സുകളാണ്, എല്ലാം ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കയറി ഇങ്ങനെ നോക്കി. ആദ്യം ഫ്ലോറിൽ ചെന്നപ്പം ഫസ്റ്റ് ഫ്ലോറിൽ ചെന്നപ്പോൾ ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോയത്. അവിടെ ചെന്ന് എന്തെങ്കിലും നാട്ടിൽ പോലെ ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പോയാൽ മാമാട്ടി അഞ്ജുവിൻ്റെ കൈ പിടിച്ച് നടക്കുമായിരുന്നു. അഞ്ജുവിൻ്റെ കൈ പിടിച്ച് മാമാട്ടി അവിടെ ഒക്കെ നോക്കിയിട്ട് ഞങ്ങൾ ആദ്യം ഒരു മേക്കപ്പിൻ്റെ ഷോപ്പിലോട്ടാണ് പോയത്. മേക്കപ്പ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, ഫൗണ്ടേഷനും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചെറിയ ചെറിയ ലിപ്സ്റ്റിക്കുകളും അങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി ഞാൻ അവിടെ നിന്നൊരു ലിപ് ലൈനർ വാങ്ങിച്ചേ. ആ ഷോപ്പിൽ നിന്ന് അത് മാത്രമേ വാങ്ങിച്ചുള്ളൂ. പിന്നെ അഞ്ജു പിന്നെ അതാണ്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ നേരെ വെളിയിൽ വന്നിട്ട് അടുത്ത ഷോപ്പിലോട്ട് കയറി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അഫ്സലിന് വാച്ച് നോക്കണമായിരുന്നു. അപ്പോൾ അഫ്സൽ വാച്ച് ഒക്കെ അങ്ങനെ നോക്കുമായിരുന്നു വാങ്ങിക്കാൻ. എല്ലാം ബ്രാൻഡഡ് വാച്ചുകൾ, പോലീസിൻ്റെ വാച്ചുകളാണ്. അപ്പോൾ അഫ്സൽ അതൊക്കെ സെലക്ട് ചെയ്തിട്ട് അഫ്സൽ ഒരു വാച്ച് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞാനും അഞ്ചു കൂടെ എന്നാൽ ഡ്രസ്സ് എടുക്കാം, ലൈഫ് ഫാർമസി വരെ ഒന്ന് കയറി. എന്നാൽ അവിടെ നിന്ന് എനിക്ക് കുറച്ച് ഇതൊക്കെ സെറം വാങ്ങിക്കാനുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ കയറി ഫേസ് സെറമൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അടുത്ത ഷോപ്പിലോട്ട് ഞാനും അഞ്ചും പോയി. കുറേ പിള്ളേരെ കുട്ടി ഐറ്റംസ്, നമുക്ക് വേണ്ട കമ്മലുകളും സ്റ്റഡുകളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയ ചെറിയ സാധനങ്ങൾ. അത് കഴിഞ്ഞ് ഞാനും അഞ്ചും കൂടെ പോയ ബ്രാൻഡ് ഫോർലിസിലാണ്. അപ്പോൾ അവിടെ നിന്ന് കുറേ ഡ്രസ്സുകളൊക്കെ പിള്ളേർക്ക് വേണ്ടതും നമുക്ക് എല്ലാവർക്കും ഉള്ള ഡ്രസ്സുകളുണ്ട് കേട്ടോ. ഒരുപാട് അകത്തോട്ടുണ്ടേ. അവിടെ കയറി കുറേ ഡ്രസ്സുകളൊക്കെ, പിള്ളേർക്കുള്ള ഡ്രസ്സുകളും എനിക്കുള്ള ടോപ്പൊക്കെ നോക്കുമായിരുന്നു. പിന്നെ അങ്ങനെ കുറേ നേരം അവിടെ അതിനകത്ത് സ്പെൻഡ് ചെയ്തേ, ബ്രാൻഡ് ഫോർലിസിൽ. അവിടെ ആകുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകളാണ് പിള്ളേർക്കും എല്ലാം. എന്നാൽ നല്ല ഡ്രസ്സുകളും ആ വില കുറവാണ്, അധികം വിലകളും ഇല്ല. പിന്നെ അവിടെ നിന്ന് കുറേ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ താഴെ ഇങ്ങനെ പോകുന്നു, ലിഫ്റ്റിൽ കയറി. എന്നാൽ ഇപ്പം സമയം അന്നേരം ഒരു 8:30-9 മണിയൊക്കെ ആയിരുന്നു. എന്നാൽ തിരിച്ച് റൂമിൽ പോയി എല്ലാവരും ടയേർഡായി കുറച്ച് നടന്നപ്പോഴത്തേനും അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്തിട്ട് താഴെ വന്നിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് എന്തെങ്കിലും ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മാമാട്ടി അതുവഴി ഓടി നടക്കുമായിരുന്നു, അഞ്ജുവിനെ കയ്യിൽ പിടിച്ച് ഓടി ചാടി നടക്കുമായിരുന്നു. ഇങ്ങനെ ഓരോന്നൊക്കെ അഞ്ചു ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക മാമാട്ടിയുടെ. അങ്ങനെ ഞങ്ങളൊരു ഓറഞ്ച് ജ്യൂസ് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കുക ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ വേണ്ടി. അപ്പോഴത്തേന് ഒരു 10 മിനിറ്റ് എടുത്ത് ഓറഞ്ച് ജ്യൂസ് വന്നു. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് കുടിച്ചിട്ട് ഞങ്ങൾ എന്നാൽ തിരിച്ച് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അഞ്ചു ഏതാണ്ടൊക്കെ മാമാട്ടിയെ കാണിക്ക് വീഡിയോ ഒക്കെ എടുക്കുവാണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. കണ്ടപ്പോൾ